ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ഇൻസ് അക്കാഡമി. അപ്പൊ നോക്കി 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് ഉള്ള ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾ ഓൺ എക്സാം ഒക്കെ അടുത്തിരിക്കുകയാണ്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ആദ്യത്തെ 4 ചാപ്റ്റർ ആണ് ഓൺ എക്സാമിനുള്ളത്. അതായത് പേഴ്സ് ഓഫ് ഇക്വേഷൻ, ന്യൂ നമ്പേഴ്സ്, പാരലൈൻസ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് ആണ് 4 ചാപ്റ്റർ നമുക്ക് നിലവിൽ ഈ ഒരു വർഷം ഓൺ എക്സാമിന് വേണ്ടി പഠിക്കാനുള്ളത്. കഴിഞ്ഞ വർഷത്തെ ഓൺ എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൽ നിന്ന് ഏകദേശം ഒരു 20 മാർക്കിന് പ്രോബ്ലംസ് ആയി 20 മാർക്കിന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കിനോളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പാഠമാണ് ഈ ഒരു പാഠം എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ആദ്യം അറിയേണ്ടത് ഇക്വേഷൻ ഫോം ചെയ്യാൻ അറിയണം, അതേപോലെ തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ അറിയണം. അങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ മാർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ചാപ്റ്റർ സെറ്റാക്കി ഇന്ന് കയ്യിൽ തരും. ഈ ഒരു ക്ലാസ്സിൽ കൊണ്ട് നമുക്ക് ഏകദേശം നമുക്ക് റെഡിയാക്കി തരാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവരും കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്യാൻ പറയും. അപ്പോൾ എന്റെ ഒപ്പം തന്നെ ചെയ്തു പോവാ, അല്ലെങ്കിൽ എന്റെ ഒപ്പം തന്നെ ഒരു ബുക്ക് ഇപ്പോൾ റെഡി, ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, ആ ബുക്ക് മുമ്പിൽ വെക്കുക, ഇപ്പൊ എന്റെ ഒപ്പം തന്നെ ചെയ്തു പോവാ. ഇത് നിങ്ങൾ എടുത്ത കാര്യങ്ങൾ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും കുറച്ചുകൂടി നമുക്ക് അഡീഷണൽ കുറച്ചുകൂടി പ്രോബ്ലംസ് ചെയ്യാം. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇവിടെ ഇത്രയും ചോദ്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പോണത്. ഓക്കെ, ഏറ്റവും ആദ്യം അറിയേണ്ടത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അതായത് നോക്കി മക്കളെ, അതായത് എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി, ഇത് അറിഞ്ഞിരിക്കണം. ഇത് അറിയാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു പാഠത്തിൽ ഈ ഒരു ഭാഗം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യത്തെ ബ്രാക്കറ്റിൽ ഒരാളും രണ്ടാമത്തെ അറിയില്ല ആദ്യത്തെ ആളും ആരൊക്കെയാണ്, എക്സും യുവും. അപ്പൊ എക്സ് ഇൻറ്റു യു മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക ചെയ്യുക. ഈ ബ്രാക്കറ്റിന് ഒരാൾ എടുത്തിട്ട് ഈ ഒരു ബ്രാക്കറ്റിന് ഒരാൾ എടുക്കണം, അയാളെ ഗുണിക്കുക ചെയ്യാട്ടോ. എക്സ് ഇൻറ്റു യു, എക്സ് യു. ശേഷം എക്സ് ഇൻറ്റു വി പ്ലസ് എക്സ് വി. ഓക്കെ, ദെൻ വൈ ഇൻറ്റു യു, വൈ ഇൻറ്റു യു, വൈ യു പ്ലസ് ലാസ്റ്റ് വൈ ഇൻറ്റു വി, വൈ വി. ഇത്ര ഉള്ള പരിപാടി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട്. പക്ഷേ കറക്റ്റ് ആയിട്ട് ചെയ്യണം. തെറ്റാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ബ്രാക്കറ്റിൽ ഒരാൾ എടുക്കുക, ഇയാളുടെ മൾട്ടിപ്പിൾ ചെയ്യുക. ആദ്യത്തെ ബ്രാക്കറ്റിൽ ഒരാൾ എടുത്തിട്ട് രണ്ടുപേരെയും കുടിക്കണം. രണ്ടാമത്തെ ബ്രാക്കറ്റിൽ എടുത്തിട്ട് ആദ്യത്തെ എടുത്തിട്ട് രണ്ടുപേരെയും കുടിക്കണം. അത്രേ ഉള്ളൂ. അപ്പോ അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളത് നമ്പറിന്റെ രൂപത്തിൽ തന്നെയാണ്. അതായത് 31 ഇൻറ്റു 51. ഇതിനാ എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി ഫോമിലാക്കണം. ഇങ്ങനെ ഇക്വേഷൻ തന്നിട്ട് ഇതേപോലെ ഇക്വേഷൻ തന്നിട്ട് ഇതേപോലെ താഴെ നമ്പർ വരും. അപ്പോൾ ഇതേപോലെ ചെയ്യാൻ പറയും. അപ്പൊ ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ട കാര്യം 31 സ്പ്ലിറ്റ് ആക്കി എഴുതാം. അതായത് കൂട്ടുമ്പോൾ 31 കിട്ടണം. അപ്പൊ എക്സാമ്പിൾ നോക്കി, 52 ഇൻറ്റു 72 എങ്ങനെ എഴുതാം? അതായത് 50 പ്ലസ് 2 52 ഇൻറ്റു 70 പ്ലസ് 2 72. എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി. ഓക്കെ, അങ്ങനെ സ്പ്ലിറ്റ് ആക്കി എഴുതണം. ഓരോന്ന് കാണിച്ചാലേ 93 ഇൻറ്റു 86. അപ്പൊ എങ്ങനെ 93 എങ്ങനെ എഴുതാം? 90 പ്ലസ് 3 ഇൻറ്റു 80 പ്ലസ് 6. ഇത്രേ ഉള്ളൂ. ഇത് മാത്രം അറിഞ്ഞാൽ മതി. സ്പ്ലിറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇത് 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യം. അപ്പൊ ഈ 31 എങ്ങനെ എഴുതാം മക്കളെ? ഈ 31 30 പ്ലസ് 1 ഇൻറ്റു 50 50 പ്ലസ് 1. ഇത്രേ ഉള്ളൂ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. മോളി ചെയ്ത് നോക്കി. ആദ്യത്തെ ബ്രാക്കറ്റിലെ എക്സിന് വരും ആരാ? എക്സിന് വരുന്നേ ഇത് എക്സും ഇത് വൈയും, ഇത് യുവും ഇത് വിയും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ചെയ്താണ്ടേ. ഓക്കെ, ആദ്യം ഇവിടെ വന്നേക്കണ ആരാ? എക്സും യുവും. അതായത് 30 ഇൻറ്റു 50 30 ഇൻറ്റു 50 പ്ലസ് ശേഷം ആരാ? 30 ഇൻറ്റു 1 സംശയം ഉണ്ടാടാ? ഇല്ല. 1 ഇൻറ്റു 50 പ്ലസ് 1 ഇൻറ്റു 50 പ്ലസ് അവസാനം ആരാ? 1 ഇൻറ്റു 1 ക്ലിയർ ആണെന്ന് വിചാരിക്കേണ്ട. ചെയ്യാലിനി 3 ഇൻറ്റു 5 15. ആ 2 പൂജ്യം 1500 പ്ലസ് 1 ഇൻറ്റു 30 പ്ലസ് 1 ഇൻറ്റു 50 പ്ലസ് 1 കൂട്ടാല 1500 പ്ലസ് 30 പ്ലസ് 50 പ്ലസ് 1 8 5 1 എത്രയാ? 1581. ഇത്ര
ഇത്രയും ചെയ്താൽ മതി. 2 മാർക്കിന് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. എന്തായാലും ചോദിച്ചിരിക്കും, ഉറപ്പാണിത്. ഇങ്ങനത്തെ ഒരു സെയിം പാറ്റേൺ ആണ്ടാ. ഇത്രേ ഉള്ളൂ. ഇത്രയും പഠിച്ചാൽ മതി. ഇത് 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. 2 മാർക്കിന് ഇമ്പോർട്ടന്റ് ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ എല്ലാവരും അറിഞ്ഞിരിക്കണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ. ഇതെല്ലാവരും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം സെയിം സാധനം തന്നെ. അതായത് ഇവിടെ x+1 ആ വന്നിരിക്കണം. x+1 ഇതിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാല. x+1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എല്ലാവരും കണ്ടുപിടിക്കേണ്ട. x+1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോ x into y എത്രയാ? xy. സംശയമില്ലല്ലോ. x into 1 1 into x. ഇവിടെ നോക്കി 1 into 100 1 into 200. ഓക്കെ, ഇവിടെ നിന്ന് എന്ത് മനസ്സിലായി? നമുക്ക് എന്ത് മനസ്സിലായി? ഒന്നുകൊണ്ട് എന്തിനെ ഗുണിച്ചു കഴിഞ്ഞാല് അത് തന്നെയാണ്. അപ്പൊ 1 into x അല്ലെ, 1 into y. ക്ലിയർ ആണെന്ന് വിചാരിക്കേണ്ട. അപ്പൊ 1 into x എന്ന് പറഞ്ഞാൽ x ആയിരിക്കും. അതൊരു അടുത്ത സ്റ്റെപ്പ് എഴുതി. 1 into y എന്ന് പറഞ്ഞാൽ 1 into y, അവസാനം 1 into 1 plus 1 into 1 equal to xy plus 1 into x എന്ന് പറഞ്ഞാൽ x plus 1 into y എന്ന് പറഞ്ഞാൽ y plus 1. ഇത്രേ ഉള്ളൂ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. വേറെ എക്സാമ്പിൾ കാണിച്ചതാ. കണ്ടോട്ടാ, എളുപ്പമാണ്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. മക്കളെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നത് ഇപ്പൊ കിട്ടും. x plus 2 into y plus 2 ചെയ്യാലോ അല്ലെ. x into y xy plus x into 2 2x. x into 2 x into 2 equal to 2x. നോക്കി, x into 3 equal to 3x. okay, x into 4 4x. മനസ്സിലാവണ്ട. അപ്പൊ ഞാൻ കാണിച്ചിട്ടെ x into x എന്താ വരാ? അവിടെ 2x എന്ന് പറയരുത്. അവിടെ എന്താവും? x സ്ക്വയർ 2x plus x 2x plus x 3x. നോക്കിയേ, 4 ചക്ക പ്ലസ് 1 ചക്ക 5 ചക്ക. അതേപോലെ തന്നെ 2x plus x 3x. ഗുണിക്കുമ്പോ പക്ഷേ മാറും. നോക്കി, 5x plus 2x equal to 7x. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ ഇവിടെ ചെയ്യാലോ. ഇനി 2 into y 2y plus 2 into 2 4 എഴുതാലോ. ഇനി ഇവിടെ ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇവിടെ ശ്രദ്ധിച്ചു നോക്കി, ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ 2 ലെറ്ററിന്റെ അടുത്തൊരു കോമൺ ആയിട്ട് ഒരാളുണ്ട്. അതായത് xy പ്ലസ് ആരാ കോമൺ? നിങ്ങൾക്ക് തോന്നുന്ന ആരാ? ഇവിടെ 2 ഒരേപോലത്തെ ആരാണ്? എക്സും വൈ ഒരേപോലെയാണോ? അല്ല അല്ലേ. പിന്നെ ആരാ? 2 ഒരേപോലെയാണ്. അപ്പൊ ഈ 2നെ പുറത്തേക്ക് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യണം? x+y എന്ന് എഴുതിയാണ് +4. ഓക്കെ, ഇങ്ങനെ ചെയ്യണോട്ട്. ഇതിങ്ങനെ ചെയ്യണം. അതെന്താ? 2നെ പുറത്തേക്ക് എടുത്ത് ഒരേപോലെയുള്ളവനെ നമുക്ക് 2നെ പുറത്തേക്ക് എടുക്കാം. 2നെ പുറത്തേക്ക് എടുക്കാന്ന് അർത്ഥം എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. ഇത് നമുക്ക് ചെയ്യാൻ പറ്റൂല. കുറച്ച് ചേർത്ത് കയറി സ്പ്ലിറ്റ് 21 എങ്ങനെ എഴുതാം? 21 20 plus 1 into 70 plus 1 ചെയ്തോളൂലേ അല്ലെ. ഇത് ഹോംവർക്ക് ആണ്. ഇതും ഹോംവർക്ക് ആണ്. ഓക്കെ, ഇത് 2 ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഈ കമന്റ് ബോക്സിൽ ആൻസർ അറിയിക്കണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മക്കളെ. ചോദ്യത്തിന്റെ ഒരു കുത്ത് വന്നിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. 6(1/2) into 8(1/2). ഇതെങ്ങനെ ചെയ്യാ അറിയോ? പഠിക്കാൻ എളുപ്പമുണ്ട്. ഇത് ഭയങ്കര എളുപ്പമുണ്ട്. നോക്കി 5(1/2) into 7(1/2). ഇങ്ങനെ ഒരു ചോദ്യം പറയുന്നത് വിചാരിക്കാം. അപ്പോ ഈ 50 നമുക്ക് സ്പ്ലിറ്റ് ആക്കി എഴുതണം. സോറി, 5 plus 1/2. മനസ്സിലായ? ഇൻറ്റു ഇതിനെങ്ങനെ എഴുതാം? 7 plus 1/2. ഇത്ര ഉള്ളൂ. അപ്പോ 7(1/2) ഇൻറ്റു 13(1/2). ഇതെങ്ങനെ എഴുതാം? 7 plus 1/2 ഇൻറ്റു 13 plus 1/2. ക്ലിയർ ആണോ? ഓക്കെ, ഇനി 15(1/2) ഇൻറ്റു 19(1/2). ഇത് എഴുതാം 15 plus 1/2 ഇൻറ്റു 19 plus 1/2. ക്ലിയർ ആണോടാ? ഇനി അപ്പോ ഇതാണ് നമ്മുടെ ചോദ്യം.
ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക 6+1/2 ഇൻറ്റു 8+1/2 ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 6 × 8 6 × 8 പ്ലസ് 6 × 1/2 6 × 1/2 പ്ലസ് 1/2 × 8 1/2 × 8 പ്ലസ് 1/2 × 1/2 1/2 × 1/2 ചെയ്യാലോ. 6 × 8 48 പ്ലസ് 6 × 1/2 എന്ന് പറഞ്ഞാൽ എന്താ 6ന്റെ പകുതി, അപ്പൊ 3 പ്ലസ് 1/2 × 8 എന്ന് പറഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ടു, അത്രേ ഉള്ളൂ. അപ്പൊ ഇട്ടാ 8ന്റെ പകുതി 4 പ്ലസ് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മക്കളെ 1/2 അപ്പൊ എങ്ങനെ ചെയ്യാം 1/2 നേരെ കുടിക്കാം അല്ലെ. 1 × 1 1 2 × 2 4 അല്ലെ. 48 കൂടെ 4 കൂട്ടിക്കഴിഞ്ഞാല് എത്രയാ 48 3 കൂട്ടിക്കഴിഞ്ഞാല് 51 51 4 കൂട്ടിക്കഴിഞ്ഞാൽ 55 55 പ്ലസ് 1/4 എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാ ഉത്തരം നിർത്താം. ഇത്രേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരും. അതായത് 6 × 1/2 6 × 1/2 എന്ന് പറഞ്ഞാൽ 6ന്റെ പകുതി 1/2 × 8 എന്ന് പറഞ്ഞാൽ 8ന്റെ പകുതി അത്ര 1/2 പകുതി ഹാഫ് എന്നാലോചിച്ചത്. നേരത്തെ നോക്കി 100 × 1/2 = 50 100ന്റെ പകുതി ശരിയല്ലേ. 200 × 1/2 = 100 അത്രേ ഉള്ളൂ 100ന്റെ പകുതി. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം മക്കളെ, കണ്ടോട്ടോ, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഇതും ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണോ മക്കളെ. ഞാൻ ചോദ്യം വായിക്കണേ. ദി പ്രൊഡക്റ്റ് ഓഫ് 2 numbers ഈസ് 1400. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ അർത്ഥം പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ അർത്ഥം മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ. ഡിഫറൻസ് എന്ന് പറഞ്ഞ അർത്ഥം സബ്ട്രാക്ഷൻ ആണ്, മൈനസ് ആണ്. അപ്പൊ സം എന്ന് പറയുന്ന അർത്ഥം സം ഈക്വൽ ടു അഡീഷൻ ആണ്, കൂട്ടിയിട്ടുള്ള ഉത്തരമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ദി പ്രൊഡക്റ്റ് ഓഫ് 2 numbers രണ്ട് നമ്പറിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. 2 നമ്പർ, ഈ 2 നമ്പർ ഗുണിച്ചിട്ടുള്ള ഉത്തരം പറയണം 1400 എന്ന് പറയുന്നത്. ഏതൊക്കെ 2 നമ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇല്ല. അപ്പോ ഞാൻ ആദ്യം ചെയ്യണ കാര്യം ഫസ്റ്റ് നമ്പറിന് എക്സ് എന്നും സെക്കൻഡ് നമ്പറിന് വൈ എന്നും കൊടുക്കണം. ഫസ്റ്റ് നമ്പറിന് എക്സ് എന്നും സെക്കൻഡ് നമ്പറിന് വൈ എന്നും കൊടുക്കണം. അപ്പൊ പ്രൊഡക്റ്റ് ഓഫ് 2 numbers, അതായത് ഈ 2 നമ്പർ ഗുണിച്ചത് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 1400. സംശയം ഉണ്ടാ? എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈ ഈക്വൽ ടു 1400. ശേഷം നോക്കാം ആൻഡർ സമ്മ് ഈ 2 നമ്പർ കൂട്ടിയത്. അപ്പോ സം എന്ന് പറയുമ്പോ പ്ലസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 81. സംശയം ഉണ്ടാടാ? ഇല്ല. അതിനെ ചോദിക്കേ വാട്ട് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്. അടുത്ത നമ്പർ ഒരു കാര്യം ചെയ്യട്ടെ. 1 2 3 4. എക്സിന് ഒരു 5 ചോദിക്കാം. എക്സാമ്പിൾ ആണ്. എക്സിന് പോയാൽ 5 ചോദിക്കാം. അപ്പൊ 5 കഴിഞ്ഞിട്ടുള്ള നമ്പർ ഏതാ? 6. ശരിയല്ലേ. വൈക്ക് വരാൻ 10 ചോദിക്കാം. അപ്പൊ 10 കഴിഞ്ഞിട്ടുള്ള നമ്പർ ഏതാ? 10 കഴിഞ്ഞിട്ടുള്ള നമ്പർ 11. ശരിയല്ലേ. അപ്പോ അടുത്ത നമ്പർ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? അപ്പൊ എക്സ് കഴിഞ്ഞിട്ടുള്ള നമ്പർ 1 വെച്ചല്ലേ കൂട്ടി പോണം. ഞാൻ പറഞ്ഞു 5 കഴിഞ്ഞ അടുത്ത നമ്പർ 6 ആണെന്ന് പറഞ്ഞു. 6 ആവണി എത്ര കൂട്ടണം? 1 കൂട്ടണം, അത്രേ ഉള്ളൂ. 9 ആണ് അടുത്ത നമ്പർ, രണ്ടാമത്തെ നമ്പർ. അപ്പൊ അടുത്ത നമ്പർ ഏതാണ്? 10 അല്ലേ. 10 ആണ്. 9 കൂടെ എത്ര കൂട്ടണം? 1 കൂട്ടണം, അത്രേ ഉള്ളൂ. അപ്പോ എക്സ് എന്ന് പറയുന്ന അടുത്ത നമ്പർ എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 ചെയ്യാല. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു 1 എക്സ്, 1 ഇൻറ്റു വൈ വൈ, 1 ഇൻറ്റു 1 1. ഇതൊക്കെ നമുക്കറിയാം. എക്സ് വൈ എന്താണെന്നറിയോ? എക്സ് വൈ ബോഡി കാണുന്നുണ്ടോ? എക്സ് വൈ കാണുന്നുണ്ടോ? അതേ ഇവിടെ ഉണ്ട്, എക്സ് വൈ ഇവിടെ ഉണ്ട് അല്ലേ? ശരിയല്ലേ. എക്സ് വൈ എത്രയപ്പോ? 1400 പ്ലസ് എക്സ് പ്ലസ് വൈ 81. എക്സ് പ്ലസ് വൈ എത്രയാണ്? 81 പ്ലസ് 1. ഇത്രേ ഉള്ളൂ.
അല്ലെ? അപ്പൊ എത്രയാ? 1481. ഉത്തരം. ഇത്രയും ചെയ്താൽ മതി. 2 മാർക്കാ, ഇതിന് 2 മാർക്കാ. ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വല്ല ബുദ്ധിമുട്ടുണ്ടാ? ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മാത്രം എഴുതാൻ മതി. ബാക്കി കാര്യങ്ങൾ ഇവിടെ എടുത്ത് എഴുതാൻ പറ്റണോട്ടാ. പ്രൊഡക്റ്റ് എടുത്ത് എഴുതാൻ പറ്റണം. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 2 നമ്പർ ഗുണിച്ചത്, സം എന്ന് പറഞ്ഞാൽ 2 നമ്പർ കുറച്ചത്, സോറി കൂട്ടിയത്. അപ്പൊ ഡിഫറൻസ് പറഞ്ഞാ 2 നമ്പർ കുറച്ചാണ് ഡിഫറൻസ്. എക്സ് മൈനസ് വൈ. തെറ്റിക്കരുത് കേട്ടോ, തെറ്റിക്കരുത്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം. സെയിം ക്വസ്റ്റ്യൻ, പക്ഷേ ചെറിയൊരു വ്യത്യാസം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു വ്യത്യാസം. സെയിം ക്വസ്റ്റ്യൻ ആണ്. ഞാൻ വായിക്കാം. ദി പ്രൊഡക്റ്റ് ഓഫ് 2 ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പർ, ഓഡ് നമ്പർ ആലോചിക്കുക. ഓഡ് നമ്പർ, ഓഡ് നമ്പർ. അപ്പൊ ആദ്യത്തെ ഓഡ് നമ്പർ എക്സ്. ഫസ്റ്റ് ഓഡ് നമ്പർ, ഫസ്റ്റ് ഓഡ് നമ്പർ ഈക്വൽ ടു എക്സ്. സംശയമില്ലല്ലോ. സെക്കൻഡ് ഓഡ് നമ്പർ, ഓഡ് നമ്പർ ഈക്വൽ ടു വൈ. അല്ലെ? അപ്പൊ ഓഡ് നമ്പർ ഞാനൊന്ന് കാണിച്ചു തരാം. ഓഡ് നമ്പർ ആണ്, ഒറ്റ സംഖ്യകൾ. ഓഡ് നമ്പർ അത് എഴുതാം. 1, 3, 5, 7, 9. ഓഡ് നമ്പർ അല്ലെ? ഈ ഓഡ് നമ്പർ നോക്കി. 1 കൂടെ എത്ര കൂട്ടിയതമ്മ? എത്ര കൂട്ടി? 2 കൂട്ടിയപ്പോ 3 കിട്ടി. 3 കൂടെ 2 കൂട്ടിയപ്പോ എന്ത് കിട്ടി? 5 കിട്ടി. 5 കൂടെ 2 കൂട്ടിയപ്പോ 7 കിട്ടി. 7 കൂടെ 2 കൂട്ടിയപ്പോ 9 കിട്ടി. അപ്പൊ എത്ര വെച്ചാ കൂട്ടി കൂട്ടി പോണ? 2 വെച്ച്, 2 വെച്ച്. ശരിയല്ലേ? അപ്പൊ നോക്കി, അതിനു മുമ്പ് ഓഡ് നമ്പർ, ദി പ്രൊഡക്റ്റ് ഓഫ് 2 ഓഡ് നമ്പർ ഈക്വൽ ടു 621. ദി പ്രൊഡക്റ്റ് ഓഫ് 2 ഓഡ് നമ്പർ എന്ന് പറയുമ്പോ എക്സും വൈയും ഗുണിച്ചത് 621. ആൻഡ് ദർ സം ഈസ്, എക്സും വൈയും കൂട്ടിയത് 50. വാട്ട് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് ഓഡ് നമ്പർ നെക്സ്റ്റ് ടു ഈച്ച്? അടുത്ത ഓഡ് നമ്പർ. അപ്പൊ എക്സിന്റെ ഒപ്പം എത്ര കൂട്ടണം? എത്ര കൂട്ടണോടാ? 2 കൂട്ടണം. അല്ലേ? അപ്പൊ എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ പ്ലസ് 2. കൺഫ്യൂഷനിലില്ല. എന്താ 2 വന്നതിന്റെ കാര്യം എന്താ? ഒരു അടുത്തൊരു ഓഡ് നമ്പർ ആവണമെങ്കിൽ 2 കൂട്ടണം. അത്രേ ഉള്ളൂ. ഇപ്പൊ 5 ഒരു ഓഡ് നമ്പർ ആണ്. 5 കൂടെ 2 കൂട്ടിയാലല്ലേ അടുത്തൊരു ഓഡ് നമ്പർ കിട്ടുള്ളൂ. 7 കൂടെ 2 കൂട്ടിയാലല്ലേ അടുത്തൊരു ഓഡ് നമ്പർ കിട്ടുള്ളൂ. അപ്പൊ 2 കൂട്ടി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ. എക്സ് ഇൻറ്റു 2, 2x. 2 ഇൻറ്റു വൈ, 2y. 2 ഇൻറ്റു 2, 4. ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ഓക്കെ, നേരത്തെ ഞാനിത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഓർക്കണ്ട. 2x 2y കോമൺ ആയിട്ടുള്ളവരെ പുറത്തേക്ക് എടുക്കാന്ന്. എക്സ് വൈ പ്ലസ് 2നെ പുറത്തേക്ക് എടുത്തു. അപ്പൊ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഒരു പ്ലസ് 4 ഉണ്ട്. സംശയം ഉണ്ടാടാ? എക്സ് വൈ അറിയാ. എക്സ് വൈ 621. 621 പ്ലസ് 2 ബ്രാക്കറ്റിന്റെ അർത്ഥം ഇൻറ്റു 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ 50 പ്ലസ് 4. 621 പ്ലസ് 100 പ്ലസ് 4. ഓക്കെ, അപ്പൊ 621 21 കൂടെ ഒരു 100 കൂട്ടി കഴിഞ്ഞാൽ 721 പ്ലസ് 4 ഈക്വൽ ടു 725. ഇത്രേ ഉള്ളൂ. എളുപ്പല്ലേ? ഈ ഒരു സാധനം മാത്രം, ഈ ഒരു ഭാഗം ഇപ്പൊ നോക്കി. ബാക്കി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പഠിച്ച് ഈ ഒരു ഭാഗം മാത്രം അറിഞ്ഞാൽ മതി അല്ലേ? അപ്പൊ ഈവൺ നമ്പർ പറഞ്ഞാൽ ഇത് തന്നെയാണ് അവസ്ഥ. ഈവൺ നമ്പർ എന്താ? 2, 4, 6, 8, 10. ഇത്രേ ഉള്ളൂ. നാച്ചുറൽ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, ഈവൺ നമ്പേഴ്സ് ഇതേ ചോദിക്കാറുള്ളൂ. ഒന്ന് പഠിച്ചോളൂട്ടാ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇവിടുന്ന് ഇത്രയും ഭാഗം കണ്ടുപിടിക്കാൻ പറ്റണം. പ്രൊഡക്റ്റ് ഏതാണ്, സം ഏതാണ്, ഡിഫറൻസ് ഏതാണ്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കി ഓക്കെയാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ അറിയണം. ഓക്കെ മകളെ, അപ്പോ ഈ അടുത്തൊരു ചോദ്യം നോക്കിയാണ്ടാ. ഇത് ഭയങ്കര എളുപ്പമുണ്ടാ. നിങ്ങൾ എന്താ പറയാ, 8ാം ക്ലാസ്സിൽ ഈ ഒരു ചോദ്യം ചെയ്തിട്ടുണ്ട്, ഈ ഒരു മോഡൽ ചോദ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ചോദ്യം മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചോദ്യം വായിക്കുകയാണെ. As we did in the calendar, mark a square four numbers and define the difference of the diagonal products. Do we get the same difference from any such square? അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത്, നമ്മളോട് ഒരു സ്ക്വയർ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡയഗണൽസ് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്തിട്ട് അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സെയിം ആണ് കിട്ടുമെന്ന് പറയാം. ഇപ്പോ ഞാനിവിടെ ഒരു 4 നമ്പേഴ്സ് എടുക്കുകയാണ്. 4 നമ്പർ ഒരു സ്ക്വയർ എടുക്കുകയാണ്. അതായത് എടുക്കുന്നത് 1, 2, അതേപോലെ തന്നെ 6, 7 ആണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഞാൻ ഇതൊരു 4 നമ്പേഴ്സ് ഉള്ള ഒരു സ്ക്വയർ ആണ്. ഇതിന് ഡയഗണൽ ഉള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 7. 1 ഇൻറ്റു 7 പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗുണിക്കാം. ശേഷം ആരാ? 6 ഇൻറ്റു 2. വി ഡിഡ് ഇൻ ദി കലണ്ടർ മാർക്ക് എ സ്ക്വയർ 4 നമ്പേഴ്സ് ഉള്ള ഒരു സ്ക്വയർ മാർക്ക് ചെയ്തിട്ട്
and find the difference of the diagonal products. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കാന്ന് അർത്ഥം, പ്രൊഡക്റ്റുകൾ തമ്മിൽ ഗുണിച്ചിട്ട് കുറയ്ക്കണം. അപ്പൊ 1 × 7 7, 6 × 2 12. അപ്പോ ഡിഫറൻസ് ഈക്വൽ ടു 12 - 7 അല്ലെ, ഈക്വൽ ടു 12-ൽ നിന്ന് 7 കുറച്ച് കഴിഞ്ഞാൽ 5. ഓക്കെ, ഇവിടെ ഞാൻ അടുത്തൊരു സ്കോർ എടുക്കാം. ഇവിടെ എന്ത് അടുത്തൊരു സ്കോർ 4 നമ്പേഴ്സ് ഉള്ള സ്കോർ എടുക്കണം. അതായത് നോക്കി 4 5 അതേപോലെ തന്നെ 9 10. ഇവിടെ ഞാൻ എന്ത് ഗുണിക്കാൻ പോവുകയാണ്. 4 നമ്പേഴ്സിനെ ഡയഗണൽ തമ്മിൽ ഗുണിക്കുമ്പോൾ 4 × 10 ഈക്വൽ ടു അത് എഴുതാം 40 എഴുതാം. ശേഷം 9 × 5 ഈക്വൽ ടു 45. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 45 - 40 ഈക്വൽ ടു 5. അതേപോലെ ഇവിടുന്ന് ഏത് സ്ക്വയർ എടുത്താലും 4 നമ്പറുള്ള ഏത് സ്ക്വയർ എടുത്താലും അതിനെ ഗുണിച്ചു കഴിഞ്ഞ് അതിനൊന്ന് കുറച്ച് കഴിഞ്ഞാൽ ഈ 5 തന്നെ കിട്ടും, 5 തന്നെ കിട്ടും. ഇതാണ് ആദ്യത്തെ ചോദ്യം. ഓക്കെ, ഇനി ഓക്കെ, എക്സ്പ്ലെയിൻ വൈ ദിസ് സോ യൂസിങ് ഓൾജിബ്ര. ഇതിന് ഓൾജിബ്രയിൽ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കണം, ഓൾജിബ്രയിൽ ചെയ്യണം. ഓക്കെ, നമുക്ക് ഓൾജിബ്രയിൽ ചെയ്യാം. ഓൾജിബ്രയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്, എന്താണെന്നറിയോ? ഇവിടെ 5 തന്നെ നമുക്ക് എന്തും കിട്ടണം, ഓൾജിബ്രയിൽ 5 തന്നെ കിട്ടണം. ഓക്കെ, അവസാനം ഉത്തരം 5 കിട്ടണം. നിങ്ങൾ കണ്ടോട്ടോ, കിട്ടും, നമുക്ക് ഉത്തരം കിട്ടും. ഉത്തരം എന്തായാലും 5 കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കേണ്ടത്, ഇതൊന്നും വായിക്കേണ്ടേ, നോക്കിയിരുന്നോട്ടോ. എല്ലാവരും എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്, എന്നാലും ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. ഓൾജിബ്ര എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് നോക്കാം, പറഞ്ഞ എളുപ്പമാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പല കുട്ടികളും ഓൾജിബ്ര എന്ന് പറയുമ്പോൾ ഒന്നും എഴുതൂല. അപ്പൊ ഞാൻ ആദ്യത്തെ 4 നമ്പർ എഴുതാൻ പോവുകയാണ്. 4 നമ്പർ എഴുതാൻ പോകുമ്പോൾ ഞാൻ ആദ്യം എക്സ് കൊടുത്തു. 1 കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 2 കിട്ടി. അപ്പൊ എക്സ് കൂടെ എത്ര കൂട്ടണം? 1 കൂട്ടണം. അപ്പൊ എന്താ എക്സ് + 1. ഓക്കെ, ഇവിടെ 1 കൂടെ എത്ര കൂട്ടിയപ്പോൾ 6 കിട്ടിയത്? 1 കൂടെ എത്ര കൂട്ടിയപ്പോൾ 6 കിട്ടണം? 5 കൂട്ടിക്കഴിഞ്ഞാൽ 6 അല്ലേ? അല്ലേ? അപ്പോ എക്സ് കൂടെ എത്ര കൂട്ടണം? എക്സ് + 5 അല്ലേ? അപ്പൊ ഓക്കെ, എക്സ് + 5 കഴിഞ്ഞാൽ എക്സ് + 6. ഇനി ഡയഗണൽ 2 നമ്പർ ഗുണിക്കാല. ആയിരിക്കണം ആദ്യം എക്സ് × എക്സ് + 6 ഗുണിച്ചെഴുതാല. എക്സ് × എക്സ് x², എക്സ് × 6 എന്താ 6x. സംശയമില്ലല്ല. ഇത് അടുത്ത് എഴുതാല. അതേ അടുത്തത് രണ്ടും എക്സ് + 5 × എക്സ് + 1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എക്സ് × എക്സ് x² പ്ലസ് എക്സ് × 1 എക്സ് പ്ലസ് 5 × എക്സ് 5x പ്ലസ് 1 × 5 5 ഈക്വൽ ടു എക്സ് + 5x x² പ്ലസ് 6x. അങ്ങനെ 6x എന്ന് ഒരു എക്സ് കൂടെ 5x കൂട്ടി, അപ്പൊ 6x + 5 കിട്ടിയാലോ ഉത്തരം. ഇനി ഇതിനെ മൈനസ് ചെയ്യണം. ഡിഫറൻസ് ഈക്വൽ ടു നോക്കി x² പ്ലസ് 6x പ്ലസ് 5 മൈനസ് x² പ്ലസ് 6x. ഇവിടെ ഒന്നും കുറയ്ക്കാനില്ലല്ലോ, 5 എഴുതാ. 6x ന്ന് 6x കുറച്ചാൽ 0, x² ന്ന് x² കുറച്ചാൽ 0. ഡിഫറൻസ് എത്രയാ? 5. ഇത്രേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ പേപ്പറിൽ 4 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. കഴിഞ്ഞ വർഷത്തെ പേപ്പറിൽ 4 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ് ഇത് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒന്നുമില്ല. അവസാനം 5 ഒന്ന് നേരത്തെ ഓർക്കണ്ട. ഇതിന്റെ നമ്പർ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് അവിടെ നമ്പർ ഗുണിച്ച് കഴിഞ്ഞാൽ അവസാനം ഡിഫറൻസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 കിട്ടും. ഓൾജിബ്രായിക് ഫോമിൽ എന്തായാലും കിട്ടണം? 5 കിട്ടണം. എന്നാൽ മാത്രമേ നമ്മുടെ ഉത്തരം കറക്റ്റ് ആയെന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഈ 5 കിട്ടിയില്ലെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണ്? തെറ്റിയെന്ന് അർത്ഥം. ഓക്കെ, അടുത്തൊരു ചോദ്യം. ഓക്കെ, ഇഫ് ദി സൈഡ്സ് ഓഫ് എ റെക്ടാംഗിൾ ആർ ഡിക്രീസ്ഡ് ബൈ 1 മീറ്റർ. ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യം ഉണ്ട്, ഏറ്റവും അവസാനത്തെ. ഇതോട് കഴിഞ്ഞു. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി കേട്ടോ. Okay, if the sides of a rectangle are decreased by 1 meter, sides of a rectangle decreased by 1 meter, its area would be 741 square meter. If increased by 1 meter, its area would be 861 square meter. അതായത് സൈഡ്സ് ഓഫ് എ റെക്ടാംഗിൾ ഇവിടെയാണ് സാധനം. സൈഡ്സ് ഓഫ് എ റെക്ടാംഗിൾ എന്ന് പറഞ്ഞാൽ അവിടെ 2 സൈഡ്സ് ഉണ്ട് റെക്ടാംഗിളിൽ. അതായത് ലെങ്ത്തും ഉണ്ട് ബ്രെഡ്ത്തും ഉണ്ട്. അപ്പൊ ഞാൻ കൊടുത്ത ലെങ്ത്തിന് എക്സും ബ്രെഡ്ത്തിന് വൈയും കൊടുക്കുകയാണ്. അപ്പൊ ഇഫ് ദി സൈഡ്സ് ഓഫ് എ റെക്ടാംഗിൾ ആർ ഡിക്രീസ്ഡ് ബൈ 1 മീറ്റർ, അതായത് ഡിക്രീസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു, 1 മീറ്റർ കുറഞ്ഞു. അപ്പൊ എക്സ് -1 വൈ -1 ഈക്വൽ ടു ഏരിയ വുഡ് ബി 741. അതിൽ ഏരിയ എത്രയാ? 741. അപ്പൊ അടുത്ത സെന്റൻസ് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യല. എക്സ് × വൈ xy, എക്സ് × -1 minus x, x -1 × y minus y, -1 × -1 +1 equal to 741. ക്ലിയർ ആണോ? ആദ്യത്തെ കേട്ടാ, ഇതൊന്ന് എടുത്തു വെച്ചോട്ടാ, ആവശ്യം വരും കേട്ടാ.
ഇനി അടുത്ത സെന്റൻസ് നോക്കിയേ, എന്താ ഇഫ് ഇൻക്രീസ്ഡ് ബൈ 1 മീറ്റർ, എന്താ 1 മീറ്റർ കൂടിയാലുള്ള കാര്യം. 1 മീറ്റർ കൂടുമ്പോൾ എങ്ങനെ എഴുതാം? 1 മീറ്റർ കൂടുമ്പോൾ എങ്ങനെ എഴുതാം ഒന്ന് പറഞ്ഞേ. എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 ഈക്വൽ ടു എത്രയാണ് മക്കളെ? 861. 861 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാല. എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു 1 എക്സ്, 1 ഇൻറ്റു വൈ വൈ, 1 ഇൻറ്റു 1 1 ഈക്വൽ ടു 861. ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 1. ക്ലിയർ ആണോ? ഇനി ഒരൊറ്റ കാര്യം, ഇനി ഭയങ്കര എളുപ്പം. ഇത് എഴുതാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് എളുപ്പമാണ്. അടുത്തത് നോക്കി, വാട്ട് ഈസ് ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ? ഏരിയ 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 ഈക്വൽ ടു എൽ ഇൻറ്റു ബി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്താ എക്സ് ഇൻറ്റു വൈ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കണ്ടുപിടിക്കേണ്ടത് എക്സ് വൈ. ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് ആരെ കണ്ടുപിടിക്കണം? എക്സ് വൈനെ കണ്ടുപിടിക്കണം. നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ഇക്വേഷൻ എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 ഈക്വൽ ടു 741. എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 861. അപ്പൊ ചിന്തിക്കേണ്ട കാര്യം, നമുക്ക് എക്സ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആരെ കണ്ടുപിടിക്കേണ്ടത്? എക്സ് വൈനെ കണ്ടുപിടിക്കണം. എക്സ് വൈനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ ആരെ വേണ്ട? നമുക്ക് ആരെ വേണ്ട? ഈ എക്സിനെയും വൈനെയും വേണ്ട. ഇവിടുത്തെ എക്സും ഈ എക്സും വേണ്ട. ആകെ വേണ്ടത് ഇവിടെ മൊത്തം 0 ആവണം. മൊത്തം 0 ആവണം. ഈ ഒരു എക്സ് വൈയും 0 ആയിരിക്കണം. കൂട്ടിയിട്ടായാലും കുറച്ചിട്ടായാലും നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. അപ്പോ കൂട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 0 കിട്ടുള്ളൂ. ഈ കണ്ടോട്ടാ, 1 1 കൂട്ടിക്കഴിഞ്ഞാൽ 2, 6 4 കൂട്ടിക്കഴിഞ്ഞാൽ 10 1, 8 8 16. ഓക്കെ, 1 1 കൂട്ടിക്കഴിഞ്ഞാൽ 2, 1 പ്ലസ് 1 2. നോക്കി, മൈനസ് വൈ. ദേ കണ്ടോട്ടാ, കുറെ പേര് തെറ്റിക്കുന്ന സ്ഥലമാണ്. മൈനസ് വൈ, ദേ മൈനസ് വൈ പ്ലസ് വൈ, പ്ലസ് വൈ, ദേ പ്ലസ് പ്ലസ് വൈ. ഒരു പ്ലസ് ഇട്ടാ പോരെ, പ്ലസ് വൈ. വ്യത്യസ്ത ചിഹ്നം വന്നു കഴിഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൽ തന്നെ. ഇവിടെ വലുത് ആരാ? ആരുമില്ല. ചെറുതാരാ? ആരുമില്ല. ഒരേ നമ്പേഴ്സ് അല്ലേ? അപ്പൊ 0. ദേ എക്സാമ്പിൾ, -2 + 2 = 0, -3 + 3 = 0. വ്യത്യസ്ത നമ്പർ വന്നു കഴിഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിനാ. ഇവിടെ വലുതുമില്ല ചെറുതുമില്ല. അപ്പൊ എന്താ? വലുതിൽ നിന്ന് ചെറുതൊക്കെ 3 ന്ന് 3 കുറച്ച് 0. 0ത്തിന് എന്ത് ചിഹ്നം? ഇല്ല, 0. നോക്കിയേ, -x + x പറയാല എത്രയാണ്? 0 0. xy + xy 2xy, xy + xy 2xy. അപ്പൊ 2xy + 2 = 1602. അപ്പൊ ഈ +2 പുറത്തേക്ക് കൊണ്ടുപോകേണ്ട. ഇനി x y കണ്ടുപിടിക്കാൻ പോവുകയാണ്. 2xy = 1602 - 2. +2 അപ്പുറത്തേക്ക് പോകുമ്പോ -2. അപ്പൊ 2xy = 1600. നമുക്ക് വേണ്ടി xy 2xy എന്ന് പറഞ്ഞാൽ 2 × xy. അപ്പൊ 2 അപ്പുറത്തേക്ക് പോകുമ്പോ × 2 അപ്പുറത്തേക്ക് പോകുമ്പോ /2 xy = 800. കിട്ടിയോടാ? ഏരിയ xy ഏരിയ. ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, സംശയമില്ല എല്ലാവർക്കും? ആർക്കും സംശയമില്ല? ഒന്ന് xy = 800, xy = 800 ഏരിയ കിട്ടി. ഇനി അടുത്ത് കണ്ടുപിടിക്കാൻ പോണ ചോദ്യം നോക്കാം. അടുത്ത ഭയങ്കര ഇതേപോലെ തന്നെ സെയിം സാധനം തന്നെയാണ്, പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഇക്വേഷൻ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടിയപ്പോ? ഏരിയനെ കിട്ടി. അപ്പൊ ഇക്വേഷൻ തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ ആരെ കിട്ടും? അത് ഞാൻ പറഞ്ഞുതരാം, അടുത്ത ചോദ്യം പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, നമുക്കിപ്പോ നിലവിൽ ഏരിയ കണ്ടുപിടിച്ചു. അടുത്തൊരു ചോദ്യം നോക്കിയേ, വാട്ട് ഈസ് ഇറ്റ്സ് പെരിമീറ്റർ? പെരിമീറ്റർ ആണ് ഇക്വേഷൻ. എന്താ? 2 × L + B, പെരിമീറ്റർ = 2 × L + B, അല്ലെങ്കിൽ 2 × x + y = പെരിമീറ്റർ. ഓക്കെ, നോക്കിയോട്ടോ, വാട്ട് ഈസ് ഇറ്റ്സ് പെരിമീറ്റർ? അപ്പൊ നമുക്ക് നിലവിലുള്ള രണ്ട് ഇക്വേഷൻ ആണ്. രണ്ട് ഇക്വേഷൻ എടുക്കാം. അതായത് xy + x + y + 1 = 861, xy - x - y + 1 = 741. ഇനി ഈ ഇക്വേഷൻ നമുക്ക് വേണ്ടാത്തത് xy-നും xy-നും വേണ്ട. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഇക്വേഷൻ കൂട്ടണോ കുറയ്ക്കണോ? കുറയ്ക്കണം. അപ്പൊ 1 ൽ നിന്ന് 1 കുറച്ചാൽ 0 അല്ലെ? 6 ൽ നിന്ന് 4 കുറച്ചാൽ 2, 8 ൽ നിന്ന് 7 കുറച്ചാൽ 1 അല്ലെ? 1 ൽ നിന്ന് 1 കുറച്ചാൽ 0. ഇവിടെ നോക്കിയേ, y - y. നോക്കിയേ, y - y, 2 മൈനസ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാല് പ്ലസ്. അപ്പൊ എന്താ? y + y 2y, y + y
2y. ഇനി അടുത്ത് നോക്കിയ മക്കളെ എക്സ് മൈനസ് മൈനസ് എക്സ്, എക്സ് മൈനസ് മൈനസ് എക്സ്, രണ്ട് എക്സ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പ്ലസ് അല്ലെ, രണ്ട് മൈനസ് ഒന്ന് ഒരുമിച്ച് വന്നാൽ പ്ലസ്, എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് എക്സ് വൈ മൈനസ് എക്സ് വൈ 0 എഴുതാല 2xy പ്ലസ് 2y ഈക്വൽ ടു 120. പിന്നെന്താ 2നെ പുറത്തേക്ക് എടുത്തു, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 120. പെരിമീറ്റർ എത്ര കിട്ടി? പെരിമീറ്റർ എത്ര കിട്ടി നോക്കി? പെരിമീറ്റർ നോക്കി 2 into x പ്ലസ് വൈ, പെരിമീറ്റർ 120. അപ്പൊ ഏരിയ 800, പെരിമീറ്റർ 120. ഇത്രേ ഉള്ളൂ. ഇത്രയും ചെയ്താൽ മതി, ഇത്രയും ചെയ്താൽ മതി. ഇനി അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ്? വാട്ട് ആർ ദി ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ്? അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ലെങ്ത്തും ബ്രെത്തും കണ്ടുപിടിക്കാം. ഇത്രയും ചെയ്തില്ലേ? ഇത്രയും ചെയ്തില്ലേ? ഇനി എന്താ കണ്ടുപിടിക്കാം? ആ റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ബ്രെത്തും കണ്ടുപിടിക്കാം. ഇതേപോലൊരു ചോദ്യമാണ് ഇത്. സെയിം ക്വസ്റ്റ്യൻ ആണ്, സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇതും ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് ഞാൻ ക്ലാസ്സിൽ നോക്കുമ്പോൾ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും കണ്ട് നന്നായി മനസ്സിലാക്കിയിരിക്കുക, നന്നായിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.